ഡേ 44 ഓഫ് 100 ഇൻറ്റീരിയർ ഹാക്സ് ഇൻ 100 ഡേയ്സ്. ഇന്ന് നമുക്ക് ബെഡ്റൂമിലെ ലൈറ്റിംഗ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് ജസ്റ്റ് നോക്കാം. നമ്മളെല്ലാവരും ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ കോട്ട് എവിടെ കൊടുക്കണം, അല്ലെങ്കിൽ വാർഡ്രോബ് എത്ര സൈസ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്കലി നോക്കാറ്. ലൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഒട്ടും അത്ര അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാറില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 കൈൻഡ് ഓഫ് ലൈറ്റിംഗ് നമ്മളവിടെ കൊടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ജനറൽ ലൈറ്റിംഗ്, ജസ്റ്റ് ബേസിക്കലി ഒരു സീലിംഗ് ലൈറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വാൾ പോയിന്റിൽ ട്യൂബ് കൊടുക്കുക എന്നതിന് പകരം ടോട്ടൽ റൂം ഇലുമിനേഷനും നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് ആ റൂമിലേക്കുള്ള ലൈറ്റ് കൊടുക്കാൻ. ഇതിൻ്റെ ഒരു ലക്സ് കാൽക്കുലേഷൻ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അഡീഷണലി ബെഡ് സൈഡ് ലൈറ്റിംഗ് കൊടുക്കുക. നമുക്ക് റീഡിങ് കംഫർട്ടും അതുപോലെ തന്നെ നൈറ്റ് ടൈം കംഫർട്ടും കിട്ടുന്ന രീതിയിൽ ബെഡ് സൈഡ് ലൈറ്റിംഗ് കൊടുക്കുക. അഡീഷണലി ടാസ്ക് ബേസ്ഡ്, ഇപ്പോൾ സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടാസ്ക് ബേസ്ഡ് ആയിട്ട് അവിടെ സെപ്പറേറ്റ് ലൈറ്റിംഗ് കൊടുക്കുക. അപ്പോൾ നമുക്ക് പഠിക്കുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ നല്ല രീതിയിൽ അവിടെ മാത്രമായിട്ട് ലൈറ്റിംഗ് കംഫർട്ട് കിട്ടും. അഡീഷണലി നമ്മുടെ ഹൈലൈറ്റ് വോൾസ്, ബെഡ് സൈഡ് വോൾസ്, അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ലൈറ്റിംഗ്, ഇങ്ങനെയുള്ള ആക്സൻ ലൈറ്റിങ്ങുകളും നമുക്ക് റൂമിൽ കൊടുക്കാം. അപ്പോൾ ഓവറോൾ നമ്മുടെ റൂമിലുള്ള ലൈറ്റിങ്ങുകൾ സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ബെസ്റ്റ് ലൈറ്റിംഗ് പാറ്റേൺ, ജസ്റ്റ് ഒരു സീലിംഗ് ലൈറ്റോ അല്ലെങ്കിൽ വാൾ പോയിന്റോ കൊടുക്കുന്നതിനേക്കാൾ.